തിരുവനന്തപുരം ശംഖുമുഖത്ത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പദ്ധതിയിൽ നടക്കുന്ന ടൂറിസം വകുപ്പിന്റെ കൊള്ള. തറവാടക ഇനത്തിൽ മാത്രം ഈടാക്കുന്നത് 75,000 രൂപയും നികുതിയും. 5 കോടി രൂപയുടെ പദ്ധതി 2 തവണയാണ് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. നാളിതുവരെയായിട്ടും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പോലും നടത്താൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആരംഭിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രശ്നം കംഫർട്ട് സ്റ്റേഷൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് സമയം ചെലവിടാനുള്ള ഇടം, ഇതൊക്കെ തന്നെ വേണമെന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഇതിന്റെ സെക്കൻഡ് ഫേസിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാവുകയാണ്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ലൊക്കേഷൻ 2ാം തവണയാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒന്നും നടത്താതെയാണ് 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 5 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇതുവരെ 3 കോടിയോളം രൂപ ചെലവാക്കിയിട്ടുണ്ട്. 75,000 രൂപയാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് തറവാടകയായി മാത്രം ടൂറിസം വകുപ്പ് ഈടാക്കുന്നത്. എന്നാൽ ഈ തുക മുഴുവനായി വകുപ്പിന് തന്നെ ലഭിക്കില്ല. 1.5 ഏക്കർ തീരദേശ ഭൂമി ഒറ്റ ഇനത്തിലാണ് ട്രിക്കോസ് എന്ന കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായി ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ചുരുക്കം വിവാഹങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശംഖുമുഖത്ത് കല്യാണത്തിന് വേണ്ടി ആരും തിരഞ്ഞെടുക്കാറില്ല. ഫുഡ് കോർട്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉൾപ്പെടുത്തിയാണ് 2ാം ഘട്ട ഉദ്ഘാടനം നടത്തിയതെന്നാണ് മന്ത്രിയുടെ വാദം. കടുത്ത തീരശോഷണം നേരിടുന്ന ശംഖുമുഖം തീരത്ത് ഇത്രയും അധികം പണം ചെലവാക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.